ഓക്കെ. സോ ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബാലൻസ് ഷീറ്റിൽ ഞാൻ ആദ്യം ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് പറയാം, പിന്നെ കംപ്ലീറ്റ് പറഞ്ഞുതരാം. ഓക്കെ. ഇൻകംപ്ലീറ്റ് ആകുമ്പോൾ മെയിനായിട്ട് അതിൽ നിങ്ങളെ എക്സാമിനർ ചോദിക്കുക വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നാണ് നോക്കുക. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് ആണ് ആദ്യം ഇതിലെടുക്കേണ്ടത്. ഓക്കെ. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതില്ലേ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡ് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള വർക്കിംഗ് പ്രോഗ്രസ് വേണം ബാലൻസ് ഷീറ്റിലോട്ട് എടുക്കാൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ 30,000 ആണെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ 30,000. ഓക്കെ. അതിൽ നിന്ന് റിസർവ് മൈനസ് ചെയ്യണം. റിസർവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നോഷണൽ പ്രോഫിറ്റിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ റിസർവിൻ്റെ പാർട്ട് 1000 ആണെങ്കിൽ 1000 മൈനസ് ചെയ്യണം. ഇനി ക്യാഷ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യണം. ബാക്കി എമൗണ്ടാണ് ബാലൻസ് ഷീറ്റിലെ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിനകത്ത് വർക്കിംഗ് പ്രോഗ്രസ് എഴുതി ഈ ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കണം. ഏത് സൈഡിൽ? അസറ്റ് സൈഡിൽ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി ലാബിലിറ്റി സൈഡിൻ്റെ കാര്യം. ലാബിലിറ്റി സൈഡിൽ വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഏത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? നോഷണൽ പ്രോഫിറ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് റിസർവിലോട്ടും ഒന്ന് P&L അക്കൗണ്ടിലേക്കും പോകും. റിസർവിലോട്ട് പോകുന്ന എമൗണ്ട് ഇവിടെ എഴുതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകുന്നത് ലാബിലിറ്റി സൈഡിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ. ലോസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ലെസ് ചെയ്തിട്ട് കാണിക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ ലാബിലിറ്റി സൈഡിൻ്റെ കൂടെ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും. ലോസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഫിഗറായിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ അത് മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതും ഓക്കെ. ഇനി പിന്നെ ചോദിച്ച ഡൗട്ട്, നമ്മൾ പ്ലാന്റ് ലോസ്റ്റ് എന്നൊക്കെ വരുമ്പം നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഓക്കെ. പിന്നെ നിങ്ങൾ ചോദിച്ച ഡൗട്ട് P&L അക്കൗണ്ട് ആണ്. P&L അക്കൗണ്ടിൽ ഈ പ്ലാന്റ് ലോസ് എന്നൊക്കെ വരുമ്പം നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഇവിടെ ഇങ്ങനെ ബൈ P&L അക്കൗണ്ട് എന്ന് എഴുതുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുന്നതാണ്. ഓക്കെ. ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഇത്രയും പ്രോഫിറ്റ് ലെസ് ചെയ്ത് കാണിക്കണം. ഫോർ എക്സാമ്പിൾ P&L അക്കൗണ്ട് വരെയാണെങ്കിൽ P&L അക്കൗണ്ടിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ എടുത്തോട്ടെ ഒരു മിനിറ്റ്. ഓക്കെ. ഇതാ നിങ്ങൾ ചെയ്ത പ്രോബ്ലം. ഓക്കെ. നിങ്ങൾ ചെയ്ത പ്രോബ്ലമാണിത്. ഓക്കെ. ഇതിനകത്ത് ഇതാ ഇവിടെ പ്ലാന്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് 5,000 വന്നിട്ടുണ്ട്. അതേപോലെ ഇതാ ഇവിടെ ഒരു P&L അക്കൗണ്ട് ഇവിടെയും വന്നത്. ഡെബിറ്റിൽ 1,60,000 ഉണ്ട്. ഡെബിറ്റിൽ വരുന്നത് പ്രോഫിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡെബിറ്റിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റാണ്. ഓക്കെ. ക്രെഡിറ്റിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോസാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ്, അതായത് 1,60,000 ഈ ഡെബിറ്റിലുള്ളതിന് ഈ ക്രെഡിറ്റിലുള്ള മൈനസ് ചെയ്തിട്ട് വേണം ലാബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്തു. ഒന്ന് വർക്കിംഗ് പ്രോഗ്രസ്, രണ്ട് P&L അക്കൗണ്ട്. ഓക്കെ. P&L അക്കൗണ്ട് ലാബിലിറ്റി സൈഡിൽ എഴുതണം. ഇനി ഡെബിറ്റിലും ക്രെഡിറ്റിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് എമൗണ്ട് വേണം എഴുതാൻ. ഓക്കെ. ഇനി പിന്നെന്താ ചോദിച്ചത്? ഓക്കെ. ഇനി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ കാര്യമാണ് അടുത്ത ചോദിച്ചത്. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ. അതിൽ അക്കൗണ്ട് കാണിച്ചു തരാം ആദ്യം കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താ നടന്നത്. ഓക്കെ. ഇതാ ഇത് നിങ്ങൾ ചെയ്തൊരു പ്രോബ്ലമാണ്. നിങ്ങൾ നോട്ടിലുണ്ടാവും, അത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റഡ് ആണ് കോൺട്രാക്ട്സ്. ഈ ലാസ്റ്റ് ഇയറിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം മുതൽ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണേ. ഇത് 2014 ക്ലോസ് അല്ല, മീൻസ് വർക്കിംഗ് പ്രോഗ്രസ് ഇസ് ദെയർ. സോ ആ വർക്കിംഗ് പ്രോഗ്രസ് അടുത്ത ഇയറിലോട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് വർക്കിംഗ് പ്രോഗ്രസ് കാണിച്ചു ആണല്ലോ. ബാക്കി നിങ്ങൾക്ക് അറിയാം. റിസർവിൻ്റെ കാര്യമൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് 2015 വർക്കിംഗ് പ്രോഗ്രസ് ഇസ് ദെയർ ആൻഡ് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ആയിട്ടില്ല. വർക്കിംഗ് പ്രോഗ്രസ്സും ഉണ്ട്, ബാക്കി നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ട്. സോ ഞങ്ങൾ വീണ്ടും ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ഇയർ. ഓക്കെ. ഇത് നിങ്ങളെ ലാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയറിൽ വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ?
വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവില്ല, കാരണം കോൺട്രാക്റ്റ് തീർന്നു. ബാലൻസ് ഷീറ്റിനകത്ത് വർക്കിംഗ് പ്രോഗ്രസ് വരാൻ ഒരു വഴിയിൽ ഇത് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത റിസർവ് ആണ്, ഇനി തെറ്റിദ്ധരിക്കണ്ട. അപ്പം കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്ന ടൈമിൽ വർക്കിംഗ് പ്രോഗ്രസ് വരാനുള്ള യാതൊരു സാധ്യതയില്ല. ബിക്കോസ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യില്ലല്ലോ. അപ്പം ബാലൻസ് ഷീറ്റിനകത്ത് വർക്കിംഗ് പ്രോഗ്രസ് വരില്ല ആണല്ലോ. പിന്നെ ഇവിടെ അതിന് പകരം കോൺട്രാക്റ്റി അക്കൗണ്ടാണ് എഴുതിയത്. ഓക്കെ, കോൺട്രാക്റ്റി അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ ബാലൻസ് ഷീറ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ? ഇല്ല. കോൺട്രാക്റ്റി അക്കൗണ്ട് ഇവിടെ ടാലിയാണ്. സോ കോൺട്രാക്റ്റി അക്കൗണ്ടിലും ഒന്നും ബാക്കിയില്ല അവിടെ കൊണ്ടുപോയി എഴുതാൻ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്താ വരിക? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടല്ലോ, ഇത് മാത്രമേ ലാസ്റ്റ് ഇയറിൽ ബാലൻസ് ഷീറ്റിൽ വരുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ബാക്കിയൊന്നും വരില്ല. റീസൺ വർക്കിംഗ് പ്രോഗ്രസ് ഇല്ല. കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈ ക്യാഷ് റിസീവ്ഡിൻ്റെ ഒക്കെ ഇവിടെ എന്തായിട്ടുണ്ട്? കോൺട്രാക്റ്റ് അക്കൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. സോ അത് ഈ കോൺട്രാക്റ്റ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ വരാത്തതിൻ്റെ റീസൺ ഇതിലിനി അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും ഇല്ല. സോ ഈ P&L അക്കൗണ്ട് മാത്രമേ ബാലൻസ് ഷീറ്റിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ സ്വതവേ ബാലൻസ് ഷീറ്റ് വരച്ച് കാണിക്കില്ല. ഇവിടെ 14ഉം 15ഉം ചെയ്തതിന് 16 നമ്മൾ എൻഡ് പീരീഡ്, ബട്ട് 16 ബാലൻസ് ഷീറ്റ് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി പറയാനുള്ളത് ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് ഇതാണ്. നിങ്ങൾ പഠിച്ചതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ, സോ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിവേ ഇതാണ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഞാൻ നിർത്തൂല. ബിക്കോസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. സോ ഈ ഒരു ഫോമാറ്റ് തന്നെ ബാലൻസ് ഷീറ്റ് വരയണം. ഇനി ഒരെണ്ണം കൂടി പറയാനുള്ളത്, ബാലൻസ് ഷീറ്റിൽ ഇനി എക്സ്ട്രാ വല്ല ഐറ്റംസ് കൂടുതലുണ്ടെങ്കിൽ ഈ കണക്കിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, എവിടെയാണ് കാണിക്കേണ്ടത് നിങ്ങൾക്കറിയാം, അതവിടെ കാണിക്കണം. ക്രെഡിറ്റർ ഇസ് ദയർ, ക്രെഡിറ്റർ കാണിക്കണം. സോ എക്സ്ട്രാ എന്തെങ്കിലും ഐറ്റം തന്നാൽ അതും എവിടെ എടുത്തെഴുതണം? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ എടുത്തെഴുതരുത്, പകരം ബാലൻസ് ഷീറ്റിൽ അതൊക്കെ കാണിച്ചിരിക്കണം. എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ ബാലൻസ് ഷീറ്റിൽ. നിങ്ങളുടെ ഡൗട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കില്ല. ഒരെണ്ണവും കൂടെ ക്ലിയർ ചെയ്യാനുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവരും കാണണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. നേരത്തെ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒന്നും എഴുതാഞ്ഞത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, കോൺട്രാക്റ്റ് അക്കൗണ്ട് നോക്കിക്കോ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒരു 80% ഇതാണ് ക്വസ്റ്റ്യൻ. ആ ബിൽഡിംഗ് കോൺട്രാക്ട് നിങ്ങൾ നോട്ടിലുണ്ടാവും, അതെടുത്ത് വെക്കുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് റിസീവ്ഡ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ 80% കാണുക. അതായത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% 3 lakh കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 3 lakh കൊടുത്തു. രണ്ടാമത്തെ ഇയറിൽ 11,25,000 80%. അപ്പോൾ ടോട്ടലാണ് കിട്ടുക, റൈറ്റ്? അപ്പം നമുക്ക് 9 lakh കിട്ടും അല്ലേ? 9 lakh കിട്ടും. അപ്പം ഈ വർഷം 9 lakh ആണ് അയാൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇത്ര കംപ്ലീറ്റ് ചെയ്ത് 3 lakh കൊടുത്തു. അപ്പോൾ ഇനി എത്ര കൊടുക്കാനുണ്ട്? ഞാൻ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഫാസ്റ്റ് മോഡ് പോകുന്നത്. അപ്പം ഇനി 6 lakh കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ആ ഇയറിൽ കൊടുത്തു. തേർഡ് ഇയറിൽ ഇറ്റ്സ് ഫിനിഷ്ഡ്, റൈറ്റ്? വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നുമില്ല, ഫിനിഷായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇനി ടോട്ടൽ 15 ലക്ഷത്തിൻ്റെ ആണ്. അപ്പോൾ ബാക്കി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന എൻട്രി എന്ത് ചെയ്തു? പാസ് ചെയ്തു. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ക്യാഷ് കിട്ടി. ഇത് തന്ന് നേടിയും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടോ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഇയറിൽ ഫുൾ ബാലൻസ് പേ ചെയ്തെന്ന് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് ലാസ്റ്റ് ഇയറിൽ അതൊരു കോൺട്രാക്ടറിൻ്റെ ഒരു മാന്യതയല്ലേടാ, പൈസ കൊടുക്കണ്ടേ. എനിവേ അവർ തന്നെന്ന് കുറച്ച് എഴുതി. ഓക്കെ, സോ ഇയർ ഇറ്റ് ഇസ് 6,000. ഇനി ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇവിടെ ആര് വരാഞ്ഞത്? 2016 ബാലൻസ് ഷീറ്റിൽ കോൺട്രാക്റ്റിക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ ഒന്നും എഴുതാണ്ടിരുന്നതിൻ്റെ റീസൺ ഇതിങ്ങനെ കാണിച്ചത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഈ ഒരു അസംപ്ഷനിൽ ചെയ്താൽ നമുക്ക് എന്ത് വരൂല? ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് വരൂല. ഇനി ഇതേ ടെക്സ്റ്റ് ബുക്കിനകത്ത് 1 minute എവിടെയോ കണ്ടായിരുന്നു. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരും. ഇവിടെ ഹോംവർക്കാണേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്തോ. ദിസ് ഈസ് യുവർ ഹോംവർക്ക്. ഓക്കെ,
1, 2, 3 3 വർഷമുണ്ട്. മൂന്നാമത്തെ ഇയറിൽ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവും. ഇതൊക്കെ വായിച്ചാൽ മതി. ഇത് നോക്ക്, 90% ഇൻ ക്യാഷ് ഓഫ് ദി എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. അവിടെ 80, ഇവിടെ 90 ആണ് കൊടുക്കുന്നത്. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇവരിതിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരഞ്ഞിട്ടില്ല. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ലാസ്റ്റ് ഇയറിൽ ഇതാ കോൺട്രാക്റ്റീൻ്റെ അടുക്കേന്ന് ഇത്ര പൈസ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളിവിടെ നമ്മളിവിടെ ലാസ്റ്റ് ഇയറിൽ ഇത് കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചില്ലേ. ബട്ട് ആ ഒരു പ്രോബ്ലത്തിൽ അവർ അസ്യൂം ചെയ്യുന്നത് ഇത് കിട്ടിയിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുമ്പോൾ അത് എവിടെ വരും? അസറ്റ് സൈഡിൽ കോൺട്രാക്റ്റിൻ്റെ ഇടയ്ക്ക് നിന്ന് കിട്ടാനുണ്ട്, നമുക്ക് കിട്ടാനുണ്ട്, ഡെറ്റർ പോലെ ആവില്ലേ. അപ്പോൾ നമ്മളിവിടെ 2016 കോൺട്രാക്റ്റീന്ന് എഴുതും. എന്നിട്ട് എമൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഈ 6 ലക്ഷം ഇവിടെ എഴുതണം. ഇഫ് യുവർ അസംഷൻ കിട്ടിയില്ല എന്നാണെങ്കിൽ അതിനുള്ള ഒരു ഇതിനും തലവേദനക്കും പോണ്ട. യു അസ്യൂം ദാറ്റ് ഇതുപോലെയുള്ള മോഡലിൽ പ്രിപ്പയർ ചെയ്താൽ ഇവിടെ എന്ത് വരില്ല? ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഒരു ഐറ്റം വരില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും വേണ്ട. ഒന്നിക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇനിയും തരാനുണ്ട്, ലാസ്റ്റ് ഇയറിൽ പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, കോൺട്രാക്റ്റി അക്കൗണ്ട് വരയുമ്പം അതിന് ബൈ ക്യാഷ് എന്നൊക്കെ ഇട്ട് അതങ്ങ് ക്ലോസ് ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്തത് പോലെ. ഇതാണ് ബാലൻസ് ഷീറ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ.